Hey there guys, welcome back to Trading Logics. ഇന്ന് നമുക്ക് മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. മാർക്കറ്റ് ഇന്നലെ നല്ല രീതിക്കൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് നല്ല രീതിക്ക് അത് ഒരു റീട്രേസ്മെൻറ്റ് പോലെ ഡൗൺ സൈഡ് മൂവിന് പോയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അതെല്ലാം റിക്കവറായി നല്ല രീതിക്ക് അത് ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ബിക്കോസ് ഹൈ ആണ്, ഇന്നത്തെ ഓപ്പണിംഗ് ടൈമിൽ വന്ന ഹൈ ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് പ്രീവിയസ് ഡേ സ്വിങ്ങിൻ്റെ ഹൈയും കൂടി ആയതുകൊണ്ട് ഹെവി ആയിട്ടത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലോട്ട് കടക്കുകയാണ്. കാരണം ഇലക്ഷൻ വന്ന് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുവാണ്. അപ്പോൾ എലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂസും ഒരുപാട് ഫ്ലക്ച്വേഷൻസും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൊമെൻറ്റം അത് ബ്രോക്കായി ഒരു പർട്ടിക്കുലർ റേഞ്ചിലോട്ട് ഒരു പർട്ടിക്കുലർ ട്രാക്കിലോട്ട് പോകാനായിട്ട് എന്തായാലും ഇലക്ഷൻ കഴിയണമെന്ന് തോന്നുന്നു. അതുവരെ മാർക്കറ്റ് സെല്ലേഴ്സിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെവൽസൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എല്ലാ സ്വിങ്ങും ഹൈൻ്റെയും താഴെയും മുകളിലൊക്കെ നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ഓരോ സ്വിങ് ലോ ഹൈ ബ്രേക്ക് കഴിയുമ്പോഴേക്കും അങ്ങോട്ടൊക്കെ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പോസിബിളാണ്. ഡേ ക്യാൻഡിലുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ് ഞാൻ വരയ്ക്കുന്നത്. ഡേ ക്യാൻഡിൽ വരച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീക്ക്ലി ക്യാൻഡിലൊക്കെ പോവുക. അതിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വീക്ക്ലി ക്യാൻഡിലിൽ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കുക. ഒന്നിലധികം സമയം റെസ്പെക്റ്റ് ചെയ്യുന്ന അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഒരു സ്വിങ്ങിൻ്റെ ഹൈ ലോയും കൂടെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ. മന്ത്ലിയിൽ കൂടെ ഒന്ന് പോവുക. മന്ത്ലിയിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് താഴെട്ടാണുള്ളത്. എനിവേ അത് കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈയും ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും എല്ലാം ഈ ഒരു റേഞ്ചിലാണ്. അതാണ് ഈ ലൈൻ മാർക്ക് ചെയ്തത്. ഇതുപോലെ തന്നെ നിഫ്റ്റിയിലും നമുക്ക് സ്വിങ് ഹൈ സ്വിങ് ലോ എല്ലാം ബ്രോക്കായി ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആ സ്വിങ് മൂവ്മെൻറ്റ്സ് ഒത്തിരി പോസിബിളാണ്. അപ്പോൾ മാർക്കറ്റ് വോളറ്റാലിറ്റിയിലോട്ട് കടക്കാൻ പോവുകയാണ്. കാരണം വിക്സ് ഷൂട്ടപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇന്നലെ മെനഞ്ഞാന്നത്തെ വിക്സ് എന്ന് വെച്ചാൽ ഏകദേശം 14 അടുപ്പിച്ച് ഷൂട്ടപ്പ് ചെയ്തു. ലോയിലിന്ന് വിക്സ് ഹെവി ആയിട്ട് ഷൂട്ടപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മാക്സിമം ഇതുവരെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും മാക്സിമം 16-17 റേഞ്ചാണ്. അപ്പോൾ അതിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ഷൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത് നമ്മുടെ ഇന്നത്തെ S&P എങ്ങനെ നോക്കാം. US മാർക്കറ്റ് ഡൗ എല്ലാം പോസിറ്റീവിലോട്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് കണ്ടീഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല രീതിക്കൊരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, ഒരു പോസിറ്റീവ് ക്യാൻഡിലായിരുന്നു. അത് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് ഡേ ബിഫോർ എസ്റ്റർഡേ ഒരു ബുള്ളിഷ്നെസ് ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ലോ മേക്ക് ചെയ്തതിന് ശേഷം ഇന്നലത്തെ ഹൈ ബ്രോക്ക് ആയപ്പോഴേക്കും നല്ലൊരു അപ്സൈഡ് പോയി. എന്നാലും മുകളിൽ പ്രഷർ അതിന് കൊടുത്തിട്ടുണ്ട്. US 10-year ബോണ്ട് ഒരു റെസിസ്റ്റൻസിലാണ്. ഒരു ലേറ്റസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈ ബ്രോക്കായി പോയാൽ മാത്രമേ US 10-year ബോണ്ട് അത് മൂവ് ചെയ്ത് പോവുള്ളൂ. 10-year ബോണ്ട് മൂവ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവ് ന്യൂസാണ്. അതൊന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ S&P നോസ്റ്റോക്ക് എല്ലാം ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് നിൽക്കുന്നത്. സോ
മാർക്കറ്റിൽ ഒരു നല്ലൊരു ന്യൂസ് വന്നാലോ നല്ല കമ്പനിയുടെ റിസൾട്ടോ ഇലക്ഷൻ റിസൾട്ടോ ഇതാണ് റീസെൻ്റായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ. ഇസ്രായേൽ യുദ്ധം അത് ഇപ്പോൾ ഒരു വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കൊടുക്കാതെ അങ്ങനെ പോവുകയാണ്. മേജർ ന്യൂസ് ആ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാലും സൂക്ഷിക്കുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.